ഹായ് ഫ്രണ്ട്സ്, അടുക്കളപ്രിയത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വാൻചോ കേക്കാണ്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് ആദ്യമേ തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനായിട്ട് നമുക്ക് 2 കേക്ക് ഉണ്ടാക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഒന്ന് വാനില കേക്കും അതുപോലെ തന്നെ ഒന്ന് ചോക്ലേറ്റ് കേക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഞാനിവിടെ കേക്ക് ട്രേ നന്നായിട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഗ്രീസ് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്യാം. ഞാനിവിടെ 1 കിലോയുടെ വാൻചോ കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വാനില കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യമേ വാനില കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് 2-3 തവണയായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ബീറ്റ് ചെയ്യുന്നതിന് മുൻപായി നമുക്ക് ഈ 1 കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് മൈദയാണ്. ഇനി നമുക്ക് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുമ്പോൾ വീണ്ടും ഒരു 1/2 കപ്പും കൂടെ ആവും. അപ്പോൾ ഇതിലെല്ലാത്തിനും കൂടെ ഉള്ള പഞ്ചസാരയാണ് ഞാൻ ഈ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ 1 കപ്പ് പഞ്ചസാര മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി നമുക്ക് മുട്ടയുടെ വെള്ളയൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ എഗ് വൈറ്റിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സ്റ്റിഫുള്ള പീക്കായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എഗ് യോക്ക് ഒന്ന് അടിച്ചെടുക്കാം. എഗ് യോക്കിലേക്ക് നമുക്കൊന്ന് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഇവിടെ ഒഴിക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് നമുക്ക് നേരത്തെ പൊടിച്ചു വെച്ച പഞ്ചസാര കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ മുഴുവൻ പഞ്ചസാരയും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ എഗ് യോക്കും പഞ്ചസാരയും നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി എഗ് വൈറ്റിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ എഗ് വൈറ്റ് മുഴുവൻ പൊന്തി വന്നതൊക്കെ ഇല്ലാണ്ടായിപ്പോൾ. അപ്പോൾ ജസ്റ്റ് നമുക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഫോൾഡ് ചെയ്തെടുക്കാം അതിനെ. അപ്പം നമ്മുടെ എഗ് വൈറ്റും അതുപോലെ തന്നെ മുട്ടയുടെ മഞ്ഞയും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതുപോലെ വളരെ സ്മൂത്തായിട്ട് വേണം ഇത് ഇളക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിനെ 2 പാർട്ടായിട്ട് മാറ്റിയെടുക്കാം. ഒരു പാർട്ടിലേക്ക് നമുക്ക് വാനിലയും മറ്റതിലേക്ക് ചോക്ലേറ്റ് കേക്കും ഉണ്ടാക്കണം. അപ്പോൾ ഇതിനെ നമുക്ക് 2ആയിട്ടൊന്ന് മാറ്റാം. അപ്പോൾ നമ്മൾ എഗ് മിക്സ് 2 ബൗളിലാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി 2ലേക്കും നമുക്ക് 1/4 കപ്പ് ഓയിൽ കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് ഓയിലാണ് എടുത്തത്. പകുതി ഒന്നിലേക്കും മറ്റേ പകുതിയിലേക്കും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൽ ഒന്ന് മാറ്റി വെക്കാം. ഒന്നിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഫുള്ളായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ വാനില കേക്കിനുള്ള ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതിന് കേക്ക് ട്രേയിലേക്ക് മാറ്റാം. ഇപ്പോൾ കേക്ക് ബാറ്റർ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓവനിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു 15 to 20 മിനിറ്റ്സ് വരെ മതിയാവും ഈ കേക്ക് ബേക്കായി കിട്ടാനായിട്ട്. അപ്പോൾ നമുക്കിത് ഓവനിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ 1/2 കപ്പിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റിമൈനിങ് പാർട്ടിലേക്ക് നമുക്ക് മൈദ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ 1/2 കപ്പ് മൈദ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്തതിന് ശേഷമാണ് മൈദ ഫില്ല് ചെയ്തത്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് 2-3 തവണ അരിച്ചെടുക്കാം. ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് നേരത്തെ തയ്യാറാക്കി വെച്ച എഗ് ബാറ്ററിലേക്ക് ഇട്ട് പതുക്കെ ഫോൾഡ് ചെയ്ത് എടുക്കാം. കുറച്ചായിട്ട് ഇട്ടിട്ട് വേണം ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ നമുക്ക് മുഴുവൻ മിക്സും ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ജെൻറ്റിലായിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. എങ്കിൽ നമ്മൾ നേരത്തെ പതപ്പിച്ച മുട്ടയൊക്കെ അമർന്നു പോവും. അപ്പോൾ നമ്മുടെ കേക്ക് ഹാർഡായി വരും. മുട്ടയുടെ ആ ഫ്രോത്ത് അങ്ങനെ തന്നെ നിൽക്കണം, എന്നാലേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വാനില കേക്ക് ഇവിടെ ബേക്കായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചോക്ലേറ്റ് കേക്ക് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ചോക്ലേറ്റ് കേക്ക് ബാറ്ററും നമുക്ക് ഓവനിലേക്ക് വെക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കി വെച്ച കേക്ക് 4 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഏകദേശം ഒരു 1/4 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഏകദേശം 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ വിപ്പിംഗ് ക്രീം 2ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ ഒന്നിലേക്ക് നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ നമ്മൾ എടുത്തു വെച്ച ചെറിയ ക്വാണ്ടിറ്റിയിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി വിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ 2 വിപ്പിംഗ് ക്രീമും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് ചോക്ലേറ്റും ഒന്ന് വാനില ഫ്ലേവറും. ഇനി നമുക്ക് കേക്കിനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിനായി ഞാനിവിടെ നമുക്ക് ആദ്യമേ തന്നെ ചോക്ലേറ്റ് ലെയർ വെച്ച് കൊടുക്കാം. അതിനായി കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് ഇതിൽ തേച്ച് കൊടുക്കാം. അപ്പം ഞാൻ ചോക്ലേറ്റിൻ്റെ ഫസ്റ്റ് ലെയർ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ലെയർ വാനില കേക്ക് വെച്ച് കൊടുക്കും. ഇനി നമുക്കിതിലേക്ക് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് വാനില വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. ഇങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് നമുക്ക് ഇതിനൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു 15-20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. ഏകദേശം ഒരു 20 മിനിറ്റേ ഞാൻ വെച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന്
വിപ്പിംഗ് ക്രീം വെച്ച് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഫിനിഷിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്നുകൂടി ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഒന്ന് ഗനാഷ് തയ്യാറാക്കി എടുക്കാം. ഞാനിവിടെ 2 ടൈപ്പ് ഗനാഷ് തയ്യാറാക്കിയിട്ടുണ്ട്. ഒന്ന് വൈറ്റ് ചോക്ലേറ്റ് കൊണ്ടും അതുപോലെ തന്നെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് കൊണ്ടും. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ടും അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ടും ഇതിനെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇതിനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെക്കറേഷനാണ് ഞാനിപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കേക്കാണ് വാഞ്ചോ. അപ്പം വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. എല്ലാവരും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.